നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 21 തീയതി 1200 ആണ്ട് മേടമാസം 8 തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം ഉത്രാടൻ നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. ഉത്രാട നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ദിവസമാണ് ഇന്ന്. നമുക്ക് ശുഭകാര്യങ്ങൾക്കെല്ലാം എടുക്കാവുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ഉറക്കമണിയിട്ട് വീഡിയോ കണ്ടിട്ട് സന്തോഷത്തോടു കൂടി ഓരോ കാര്യത്തിന് ഇറങ്ങണം. നമ്മൾ നല്ല ദിവസമെന്ന് നിങ്ങളെ അറിയിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് ആ ദിവസം നല്ല ദിവസമായിരിക്കുന്ന ദിവസം എന്തൊക്കെ ചെയ്യാമോ അത് ചെയ്യണം. കാരണം അത് നിങ്ങൾക്ക് അനുകൂലപ്രദമായി കലാശിക്കും. കൊള്ളാത്ത ദിവസങ്ങളിൽ ആകിലും അങ്ങ് ഒഴിഞ്ഞു കളയണം. അപ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഓരോ ദിവസവും നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഉറങ്ങി എണീക്കുമ്പോൾ നിങ്ങളെ മുമ്പിലെത്തിക്കണേ. അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആൾക്കാരുടെ ആവശ്യപ്രകാരം ആണ് നമ്മളിത് ഇടുന്നത്. അതുപോലെ തന്നെ NTVയുടെ ആൾക്കാർക്ക് അവർ ആവശ്യപ്പെട്ട പ്രകാരമാണ് ചെയ്യണത്. അപ്പോൾ അത്രയും പേർക്ക് അവർ ഇന്നത്തെ ദിവസത്തിൽ അപാകത വരാതെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് നമ്മൾ പറയുന്ന ഒരു വർഷത്തെ ഫലത്തെയാണ് ഇന്നത്തെ ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേ നോക്കുമ്പോൾ തിങ്കളാഴ്ചയാണ് ബർത്ത്ഡേ വന്നിരിക്കുന്നത്. ഉത്രാട നക്ഷത്രവും തിങ്കളാഴ്ചയും മേടം മാസത്തിലെ ഉത്രാട നക്ഷത്രം തിങ്കളാഴ്ചയായിട്ട് വന്നിരിക്കുന്ന ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടം, മംഗല്യം നടക്കാത്തവർക്ക് മംഗല്യം, അതേപോലെ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കുക, അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങാനുള്ള ഭാഗ്യം, ഇവയൊക്കെ നേടിത്തരുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഐശ്വര്യപ്രദമായ അവസ്ഥകൾക്ക് ഇടവരുത്തും. അപ്പോൾ പുരോഗതിയുടെ കാലഘട്ടമായതുകൊണ്ട് ഓരോ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധാപൂർവം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർത്താൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഗുണപ്രദമാക്കി മാറ്റാൻ സാധിക്കും. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു വർഷമൊക്കെ ദൈവം തരിക എന്ന് പറഞ്ഞാൽ അത് വളരെ വിലപ്പെട്ടതാണ്. ചിലപ്പോൾ നമുക്ക് ഇനി ചിലപ്പോൾ 4-5 വർഷക്കാലം ഇങ്ങനെ നല്ലൊരു ദിവസം ബർത്ത്ഡേ വന്നൊന്നുമില്ല. അപ്പോൾ കിട്ടുന്ന ദിവസത്തെ മാക്സിമം വിനിയോഗിക്കുക. അതുപോലെ ഇന്ന് നല്ല ദിവസമാണെന്ന് പറഞ്ഞു ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ ഓരോ കാര്യത്തിന് പോകുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാലത്തിനുള്ള പ്രത്യേകത, രാഹുകാലം വളരെ എഫക്റ്റ് ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ രാഹുകാല സമയത്തൊക്കെയാണ് ഒരു ശുഭകാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ നമ്മളേറ്റി ചുറ്റിച്ച് പാമ്പ് ഇഴയും പോലെ ഇഴപ്പിച്ച് പലതരത്തിൽ കഷ്ടപ്പെടുത്താൻ ഇടവരുത്തും. അതുകൊണ്ട് രാഹുകാല സമയം നമുക്ക് വളരെ സൂക്ഷിച്ച് വേണം യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാൻ. അപ്പോൾ തിങ്കളാഴ്ച ദിവസം പൊതുവെ രാവിലെയാണ് കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 7:30 മണി മുതൽ 9 മണി വരെയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് 7:30 മണിക്ക് രാഹുകാലം തുടങ്ങില്ല. 7:47 തൊട്ട് 9:19 വരെയാണ് രാഹുകാല സമയം. അത് നമുക്ക് യാത്രയ്ക്ക് മാത്രം എടുത്താൽ മതി. പക്ഷേ യമകണ്ഠ കാലസമയവും ഗുളിക കാലസമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇവിടെ ഗുളിക കാലസമയം വരുന്നത് 1:55 തൊട്ട് 3:28 വരെയും യമകണ്ഠ കാലസമയം വരുന്നത് 10:51 തൊട്ട് 12:23 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:59 തൊട്ട് 12:47 വരെ. ഈ സമയം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. മറ്റ് മുഹൂർത്തങ്ങളില്ലെങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തത്തിന് അത്ര പ്രാധാന്യമുണ്ട്. അതുപോലെ ഇന്നും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. വീട്ടിൽ നിൽക്കുമ്പോഴും നോക്കുക, ശുഭ്രവസ്ത്രം, വെളുത്ത വസ്ത്രം അല്ലെങ്കിൽ ശരിക്ക് പേളിൻ്റെ കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. അപ്പോൾ ഈ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.